എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം. ഒരു പെട്രോൾ എഞ്ചിനിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലോ പവർ സ്ട്രോക്കിൻ്റെ ആദ്യമോ ചാർജ് ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇഗ്നിഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓൾഡസ്റ്റ് മെത്തേഡ് ഇഗ്നിഷൻ സിസ്റ്റമാണ്. ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, ഇഗ്നിഷൻ കോയിൽ, കോണ്ടാക്ട് ബ്രേക്കർ, കണ്ടൻസർ, ക്യാം, ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്. ഇതിൽ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട്, പ്രൈമറി വൈൻഡിങ്ങിലേക്കുള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ബാറ്ററിയാണ്. ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ഓൺ ഓഫ് കണ്ടീഷനിലാണ് കറണ്ട് പാസ് ചെയ്യുക. ഇനി ഇഗ്നിഷൻ കോയിലിൽ മെയിനായിട്ട് രണ്ട് വൈൻഡിങ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. സെക്കൻഡറി വൈൻഡിങ്ങിനെ അപേക്ഷിച്ച് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി വൈൻഡിങ്ങിൽ തിക്ക് വയറും സെക്കൻഡറി വൈൻഡിങ്ങിൽ തിൻ വയറുമാണ് യൂസ് ചെയ്യുക. ഇനി ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം മൂലം, ഓൺ ഓഫ് പ്രവർത്തനം മൂലം ഇഗ്നിഷൻ കോയിൽ ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓവർ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇഗ്നിഷൻ കോയിലിൽ യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ് ബല്ലാസ്റ്റ് റെസിസ്റ്റർ. ബല്ലാസ്റ്റ് റെസിസ്റ്ററിൻ്റെ പ്രത്യേകത, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടും. അടുത്ത പാർട്ടാണ് കോണ്ടാക്ട് ബ്രേക്കർ. ഈ കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ക്യാമാണ്. ഈ ക്യാമിന് ഡ്രൈവ് ചെയ്യുന്നത് എൻജിൻ ക്യാം ഷാഫ്റ്റാണ്. കോണ്ടാക്ട് ബ്രേക്കറിൽ മെയിനായിട്ട് രണ്ട് ആംസ് ഉണ്ട്, ഒരു മൂവബിൾ ആമും ഒരു ഫിക്സഡ് ആമും. അടുത്തത് കണ്ടൻസർ. കണ്ടൻസർ കറണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ. ഡിസ്ട്രിബ്യൂട്ടർ കറക്റ്റ് ഫയറിംഗ് ഓർഡറിൽ സ്പാർക്ക് പ്ലഗിലേക്ക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി ഇഗ്നിഷൻ സ്വിച്ച് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റും ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് പ്രൈമറി വൈൻഡിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഈ സമയം ഇഗ്നിഷൻ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇനി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യും. അതായത് പ്രൈമറി വൈൻഡിങ് ബ്രേക്കപ്പ് ആവുകയും ചെയ്യും. അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യുന്നതിനനുസരിച്ച് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ഹൈ വോൾട്ടേജ് ഈ ഹൈ ടെൻഷൻ കേബിൾ വഴി ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്തും. ഡിസ്ട്രിബ്യൂട്ടർ കറക്റ്റ് ഫയറിംഗ് ഓർഡർ അനുസരിച്ച് അത് സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുത്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും.